സത്യത്തിൽ ഡോക്ടർ രേഖയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ രണ്ടാം ജന്മം ഉണ്ടാവില്ല. എന്റെ വലയിലാണ് അവൻ ആദ്യം വന്ന് വീഴുന്നെങ്കിൽ തീർച്ചയായും പ്രസാദ് ആ റാസ്കലിനെ. ഈശ്വര, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ പിന്നെയും പിന്നെയും ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വർഗം പോലീസല്ലേ, അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇങ്ങനെ അപായപ്പെടുത്താൻ രേഖയ്ക്ക് വിരോധികളൊന്നും ഇല്ലല്ലോ ഡോക്ടർ. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അയിനോ അവര് ഒരു നഴ്സിംഗ് ഹോം നടത്തിയിരുന്നല്ലോ. അതെ, ഞാൻ ആ നഴ്സിംഗ് ഹോമിലെ പേഷ്യൻ്റ് ആയിരുന്നു. ഓഹോ, അപ്പോൾ ആ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ വിവാഹം വരെ എത്തിയത് അല്ലേ? അതെ, സത്യത്തിൽ ഡോക്ടർ രേഖയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ രണ്ടാം ജന്മം ഉണ്ടാവില്ല. എന്നിട്ട് ആ രേഖ ഇങ്ങനൊരു അവസ്ഥ കാണുമ്പോൾ എന്ത് ചെയ്യാം? വി ഹാവ് ടു ഫേസ് ദ റിയാലിറ്റീസ്. ഈ കോമാ സ്റ്റേജിൽ നിന്ന് എപ്പോൾ ഉണരുന്നുവല്ല പറയാനാവില്ല. എന്നാലും ലെറ്റ് us hope ഫോർ ദ ബെസ്റ്റ്. ഈ നിമിഷം തന്നെ അവർ ബോധത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ശ്രമവും അതിനുവേണ്ടിയാണ്. ബട്ട് ഫേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ്. അതനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ. ചോദിക്കുന്നതിൽ ഡോക്ടർ തെറ്റിദ്ധരിക്കരുത്. കുറെ കൂടി മെച്ചപ്പെട്ട മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ. നിങ്ങളുടെ ആങ്സൈറ്റി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തി പരീക്ഷിക്കാം. പക്ഷേ നോ ബെറ്റർ റിസൾട്ട് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. ഐ എം ഷുവർ. സോറി സർ, എൻ്റെ ടെൻഷൻ കൊണ്ട്. ദാറ്റ് ഡസൻ മാറ്റർ. ശുഭപ്രതീക്ഷയോടെ ഇരിക്കൂ. രേഖയ്ക്ക് വേഗം തന്നെ സുഖമാവും. റാമോടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എവിടെ പോകാനാണ്? ഇപ്പൊ ഇതാണ് എൻ്റെ വീട്. കാരണം എൻ്റെ അനിയത്തി ഇതിനുള്ളിലല്ലേ. 24 മണിക്കൂറും ഞാൻ ഇവിടെ തന്നെയാണ് പ്രസാദ്. ആകെ തകർന്നു പോയിടോ ഞാൻ. എൻ്റെ രേഖക്കുട്ടി, അവൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. എനിക്ക് വിശ്വസിക്കാനായില്ല. ഡോക്ടർ പറഞ്ഞു ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. അതെ, ആരോ കൊല്ലാൻ ശ്രമിച്ചു. എന്തിന്? എന്തിന് കൊല്ലണം? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല റാം. അതേ കൺഫ്യൂഷനിലാണ് ഞാനും. ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്ന രേഖയെ ആദ്യം കണ്ടത് ഡോക്ടർ മേനോനാണ്. പിന്നെയാണ് ഞാൻ വന്നത്. മരണത്തോട് പൊരുതുന്ന എൻ്റെ രേഖയെ കണ്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി പ്രസാദ്. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നോക്ക്, 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ നമ്മളൊക്കെ കരയേണ്ടി വന്നേനെ. ഇനി അന്ന് രേഖയുടെ നഴ്സിംഗ് ഹോമിൽ വെച്ച് മരിച്ച ഏതെങ്കിലും രോഗിയുടെ ബന്ധുവായിരിക്കുമോ? ചിലരൊക്കെ അന്ന് നഴ്സിംഗ് ഹോമിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നല്ലോ. ആ, അതിന് സാധ്യതയുണ്ട്. ആരുടെ തലയിൽ എപ്പോഴാണ് ചെകുത്താൻ കയറുകയെന്ന് പറയാനാവില്ലല്ലോ. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഉണ്ട്, അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു. ആരെയും സംശയിക്കാവുന്ന അവസ്ഥയാണ്. എത്രയും വേഗം കുറ്റവാളിയെ പിടികിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ വലയിലാണ് അവൻ ആദ്യം വന്ന് വീഴുന്നതെങ്കിൽ തീർച്ചയായും പ്രസാദ് ആ റാസ്കലിനെ ഞാൻ ജീവനോടെ പോലീസിന് വിട്ടുകൊടുക്കില്ല. വേണ്ട റാം, ഇനിയും അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. കുറ്റം ചെയ്തവൻ ഒരു ദിവസം പിടിക്കപ്പെടും. നിയമം അവനുള്ള ശിക്ഷയും കൊടുത്തോളും. എൻ്റെ ഉള്ളിലെ വേദന തനിക്കറിയില്ല പ്രസാദ്. ജയിലിൽ കഴിഞ്ഞ ഓരോ നിമിഷവും ഞാൻ കുമ്പസരിക്കായിരുന്നു. മൗനമായി
എൻ്റെ അനിയത്തിയോട് മാപ്പിരക്കുകയായിരുന്നു. നിങ്ങളുടെ വിവാഹകാര്യം തീരുമാനിച്ചെന്ന് അവൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നോ. വരവൾ അനുവദിച്ചില്ലെങ്കിൽ ജയിൽ ചാടിയെങ്കിലും വന്ന് നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് എന്നിട്ട് വിഷമിക്കരുത് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലാന്നറിയാം. എങ്കിലും ഡോക്ടർ ഉപദേശിച്ചതുപോലെ ലെറ്റ് us hope for the best. അതെ, ഞാൻ പ്രതീക്ഷയോടെയാണ് ഓരോ നിമിഷവും കാത്തിരിക്കുന്നത്. എൻ്റെ രേഖ ഉണരും. നിങ്ങളുടെ വിവാഹം നടക്കും. വിവാഹ ദിവസം എൻ്റെ വക ഒരു സമ്മാനം നിങ്ങൾക്ക് ഞാൻ തരും. എൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും ആധാരം. ശ്ശെ, റാം എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനമാണ്. ജയിലിലെ എത്രയോ രാത്രികളിലെ പശ്ചാത്താപത്തിന് ശേഷമെടുത്ത തീരുമാനം. അതിന് മാറ്റമില്ല. ആര് പറഞ്ഞാലും ഒരപേക്ഷ എനിക്കുള്ളൂ. ഒരിക്കലും ഒരിക്കലും എൻ്റെ രേഖക്കുട്ടിയെ കരയിക്കരുത്. കൊല്ലാൻ നോക്കിയെന്നോ? ദൈവമേ, എന്താ ഈ കേൾക്കുന്നേ? ഇത് നേരാണോ ബാലേട്ട? അതെ, കൊല്ലാൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തിനാ രേഖയെ? അതറിയില്ല. ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയില്ല. സംഭവ സമയത്ത് സാക്ഷികളായി ആരും ഉണ്ടായിരുന്നില്ലത്രേ. രേഖ ബോധമറ്റ് കിടക്കുമ്പോഴാണ് ഡോക്ടർ മേനോൻ അവിടെ ചെല്ലുന്നത്. മേനോനാണ് രേഖയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്റെ ഈശ്വര, വിചിത്രമായൊരു സംഗതിയുണ്ട്. ആ സമയത്ത് രേഖ കല്യാണ വേഷത്തിലായിരുന്നു അത്രേ. കല്യാണ വേഷത്തിലോ? അതെ, കല്യാണത്തിനെടുത്ത മുഴുവൻ ആഭരണങ്ങളും രേഖ അണിഞ്ഞിരുന്നു. അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ആർക്കറിയാം, എല്ലാം വളരെ ദുരൂഹമായിരിക്കുന്നു. എനിക്കൊന്ന് രേഖയെ കാണണം ബാലേട്ട. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ? കൊണ്ടുപോവാം. പക്ഷേ അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിശ്ചയിച്ച ഡേറ്റിന് വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. ഉണ്ടോ രമേശ? ഒരുറപ്പില്ല. അപ്പോ ആ വിവരം എല്ലാവരും അറിയിക്കണ്ടേ? പ്രസാദ് എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല പരമമ്മ. നിങ്ങൾ തീരുമാനിക്കൂ. അവൻ ആകെ തകർന്നിരിക്കുക. പിന്നെ തകരാതിരിക്കുവോ? നമ്മളൊക്കെ എത്ര നിർബന്ധിച്ചിട്ടാ അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. എന്നിട്ട് ഇങ്ങനെയൊരു വിധി. ഈശ്വര, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ പിന്നെയും പിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വിധി ഇങ്ങനെയൊക്കെയായി. പക്ഷേ അതിൻ്റെ അടുത്ത പടി നമ്മൾ ചെയ്യണമല്ലോ. നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താനാവില്ലെന്നും വിവാഹം നീട്ടിവച്ചിരിക്കുന്നും കാണിച്ച്
പത്രത്തിൽ ഒരു അറിയിപ്പ് കൊടുക്കണം, ഉടൻ തന്നെ. അത് അത്യാവശ്യമാണ്. അതെ. എന്താ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധൻ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഡോക്ടർ മേനോനുണ്ടോ? ഉണ്ട്. ഏട്ടാ വരൂ. ഹലോ. ഹലോ, ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധൻ. ഇരിക്കൂ. താങ്ക് യു. ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി വന്നതാണ്. അഡ്വക്കേറ്റ് ആണല്ലേ? അതെ. സാറിന് കുടിക്കാൻ ഒന്നും വേണ്ട. എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഡോക്ടർക്ക് ഈ രേഖാമോഹനെ എത്ര കാലമായി അറിയാം? ഷി വാസ് മൈ സ്റ്റുഡൻറ്. ഓഹോ. വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. പഠിത്തം കഴിഞ്ഞ് എൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഐ അഗ്രീഡ്. അങ്ങനെ കുറച്ചു കാലം. പിന്നെ സ്വന്തമായി നഴ്സിംഗ് ഹോം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ചീഫ് ഡോക്ടറാകാൻ ക്ഷണിച്ചു. ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു. എത്ര കാലം വരെ അവിടെ വർക്ക് ചെയ്തു? നഴ്സിംഗ് ഹോം നിർത്തലാക്കും വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രേഖയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയല്ലേ? ഉവ്. ഇപ്പോ ഒരേട്ട മാത്രമേ ഉള്ളൂ. ഇപ്പോ പരോളിൽ ഇറങ്ങിയിട്ടുള്ള ആൾ? അതെ. അവർ തമ്മിലുള്ള ശത്രുതയൊക്കെ തീർന്നോ? ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കാസർഗോഡായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നോവിച്ചിട്ടുണ്ടയാൾ രേഖയെ. അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മയുടെ പേരോടുകൂടി കുറേ കൂടി സൗകര്യങ്ങളോടെ ഒരു നഴ്സിംഗ് ഹോം രേഖയുടെ സ്വപ്നമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് നോട്ട് മെറ്റീരിയലൈസ്ഡ്. അതൊക്കെ ഇയാൾ കാരണം ഉണ്ടായിട്ടുള്ളതാ. അതുകൊണ്ടാണല്ലോ രേഖ തന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അപ്പോ ഒരു റിവെഞ്ചിനുള്ള മൂടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അയാൾക്ക്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളും വിചാരിച്ചിരുന്നത്. പക്ഷേ പരോളിലിറങ്ങി രേഖയെ കാണാനെത്തിയ രാമോഹനെ കണ്ടപ്പോ ഞങ്ങളും അത്ഭുതപ്പെട്ടുപോയി. അതെന്താ? അത് പഴയ റാമായിരുന്നില്ല. ചെയ്ത തെറ്റിനൊക്കെ രേഖയോട് മാപ്പ് പറയുന്ന ഒരു പുതിയ മനുഷ്യൻ. രേഖ പോലും അമ്പരന്നുപോയി. അത്ര പ്രകടമായ മാറ്റം. ചില കുറ്റവാളികളിൽ അങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാറുണ്ട്. പ്രാർത്ഥന, പുണ്യഗ്രന്ഥ പാരായണം, മറ്റു തടവുകാരോട് സാരോപദേശം, ആ ഒരു ട്രാക്കിലേക്ക് മാറും. രാംമോഹനും അങ്ങനെ വല്ല മാറ്റവും വന്നിരിക്കാം അല്ലേ? അതെ. ബൈ ദ ബൈ, ഡോക്ടർ ചെല്ലുമ്പോൾ രേഖ അബോധാവസ്ഥയിലായിരുന്നു. അതെ, അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ആ തലയിണ മുഖത്തോ അതോ? തലയണയോ? എനിക്കറിയില്ല. ഞാനതൊന്നും കണ്ടില്ല. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? വെറുതെ പോലീസ് ഒന്നും ചോദിക്കില്ലല്ലോ. കേസ് അന്വേഷണം ഒരർത്ഥത്തിൽ രസകരമാണ് അല്ലേ ഡോക്ടർ? എത്രയെത്ര ചോദ്യങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് അൾട്ടിമേറ്റായി നാം സത്യത്തിലെത്തുക. അപ്പോ ഡോക്ടർ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. ബൈ ദ ബൈ, എന്താ ഡോക്ടറിന്റെ ഹോബീസ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ TV കാണും, അതും ഒരു 10 മിനിറ്റ്.
ഓക്കെ, നമുക്ക് വീണ്ടും കാണേണ്ടി വരും. അയാളുടെ ചോദ്യത്തിൽ എന്തോ ഒരു കുരുക്കുണ്ടല്ലോ ഏട്ടാ. ഏട്ടന് തോന്നിയോ? വർഗം പോലീസല്ലേ, അത്ഭുതപ്പെടാനില്ല. എത്രയായി? 20. എങ്ങനെയുണ്ടമ്മേ രേഖയ്ക്ക്? ഒരു മാറ്റം ഇല്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ഉറങ്ങിക്കിടപ്പ, ഒന്നും അറിയാതെ ശ്വാസം മാത്രമുണ്ട്. ഈശ്വര. പ്രസാദ്? അവൻ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പാവം, അവന്റെ കാര്യം ഓർത്തിട്ട് നെഞ്ചു നീറുക. ഇതെന്താ എന്റെ കുട്ടിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? വേദന സഹിക്കുന്നതിനും ഇല്ലേ ഒരു പരിധി? എന്തൊക്കെ കഷ്ടതകളാ ഇത്രയും കാലത്തിനുള്ളിൽ അവൻ അനുഭവിച്ചത്. എല്ലാം അവസാനിച്ചൊന്ന് സമാധാനിച്ചിരുന്നപ്പോ, അവനൊരു നല്ല ജീവിതം കിട്ടുമെന്നായപ്പോ പിന്നെ ഈ ശാപം പോലെ. എന്റെ കുട്ടിയുടെ സങ്കടം ദൈവം കാണുന്നില്ലേ? കണ്ണു പൊട്ടിപ്പോയോ ദൈവത്തിന്റെ? പയ്യ രമേശ, ഇനി എനിക്ക് താങ്ങാനാവില്ല. രേഖ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമമ്മേ. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ് സിറ്റി ഹോസ്പിറ്റൽ. ഡോക്ടർ സിദ്ധാർത്ഥനെ പറ്റി മേനോൻ ഡോക്ടർ പറഞ്ഞില്ലേ, ഇത്തരം കേസുകളുടെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന്? പക്ഷേ എന്നിട്ട് ആ ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞില്ലല്ലോ രേഖയ്ക്ക് ഭേദമാകുമെന്ന്. അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, ഒക്കെ ശരിയാവും. നമ്മുടെ ഒന്നും പ്രാർത്ഥന വെറുതെ ആവില്ല. അമ്മ എന്താ ആലോചിക്കുന്നത്? അല്ല, കല്യാണ വേഷത്തില് ആഭരണങ്ങളും അണിഞ്ഞ് അതെന്തിനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കും പിടികിട്ടാത്തൊരു ചോദ്യമാണത്. അടുത്ത ബന്ധുക്കളുടെയോ കൂട്ടുകാരികളുടെയോ ഒക്കെ മുമ്പിൽ കല്യാണ സാരിയും മറ്റും എടുത്തു കാണിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ രേഖയ്ക്ക് അങ്ങനെ ആരുമില്ലല്ലോ. ആ, അങ്ങനെ ആഭരണങ്ങളും അണിഞ്ഞു നിന്നതാവുമോ ഒരുപക്ഷെ അപകടം ക്ഷണിച്ചു വരുത്തിയത്? ആഭരണങ്ങൾക്ക് വേണ്ടി ഒരു കള്ളൻ രേഖ ആക്രമിച്ചു എന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെ ആവില്ലടാ. എങ്കിൽ അവൻ എന്തുകൊണ്ട് ഒരാഭരണം പോലും കൊണ്ടുപോയില്ല? എല്ലാം രേഖയുടെ ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. രേഖയ്ക്ക് ബോധം വീഴണം, എങ്കിലേ ഇതിനൊക്കെ ഉത്തരം കിട്ടൂ. വിശാലിന്റെ ഒരു വിവരവും ഇല്ല. മിനിക്കുട്ടിക്ക് എന്തു പറ്റിയെന്നറിയില്ല. ഒന്നും അറിയാൻ ഒക്കുന്നില്ലല്ലോ രാമേട്ട. എൻ്റെ മനസ്സിലും ഉണ്ട് മോളെ ആധി. ഒന്നുകൂടി പോയി അന്വേഷിക്കാം. മിനിക്കുട്ടിയെ ആ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇല്ലെങ്കിൽ മിനിക്കുട്ടിയുടെ ജീവിതം താറുമാറാവും. നമ്മൾ എങ്ങനെ രക്ഷിക്കും? സീതാദേവിക്ക് കാവലിരുന്ന രാക്ഷസിയെ പോലെ അവിടെ ഒരു ദുർഭൂതമില്ലേ സരസമ്മ? അനങ്ങിപ്പോയാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യില്ലേ അവൾ? இந்த விஷாலுக்கு என்ன ஆச்சு? எங்கே ஆனாலும் ஒரு லெட்டர் போடக்கூடாதா? ஃபோன் பண்ணக்கூடாதா? എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ അവൻ വിവരം അറിയിക്കെങ്കിലും ചെയ്തേനെ. രാമ, രാമ, രാമ,
രാമ രാമ யாரு? അന്ത ഫ്രെഡി. ஆண்டவா, அந்த ராட்சசனோட கையாளா? ആമാ, നിങ്ങൾ അകത്ത് പോ വേഗം. வாமா. രാമ രാമ ആ, ഇതാര് ഫ്രെഡിയോ? ആ. ആ. എന്താ കെട്ടും ഭാണ്ഡമൊക്കെ ആയിട്ട് നാട് വിട്ടു പോന്നതാ? നിങ്ങളല്ലേ പറഞ്ഞത് യമുനയും മറ്റവനും തിരുനെൽവേലിയോട്ട് പോയിട്ടില്ലെന്ന്? എന്നിട്ട് അവരെവിടെ? എവിടാണെന്ന് ഞാൻ എങ്ങനെ പറയും ഫ്രെഡി? തിരുനെൽവേലി എന്ന് പറഞ്ഞ ഈ അഗ്രഹാരത്തരവും ഇതിന് തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളും മാത്രമല്ലല്ലോ. എല്ലായിടത്തും പോയി അരിച്ചു പെറുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ആ, എന്നാ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അവരിവിടെ ഈ ടൗണിൽ എവിടെയോ ഉണ്ടെന്ന്. വിശാലിനെ ടൗണിൽ വെച്ചൊരിക്കൽ കണ്ടു. പക്ഷെ അവനെ പിടിക്കാൻ പറ്റിയില്ല, എങ്ങോട്ടോ മുങ്ങി. നീ അവനെ തിരക്കി ഇറങ്ങിയതാണോ? പിന്നല്ലാതെ അവളെ അവനെ കണ്ടുകിട്ടുന്നവരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ടെന്നാ ഡാനിയൽ സാറ് പറഞ്ഞിരിക്കുന്നത്. അത് ശരി. പക്ഷെ നീ എവിടെ താമസിക്കും? ഇവിടെ ഇവിടെ എന്ന് വെച്ചാ ഈ വീട്ടിലോ? അതെ, ഇവിടെ താമസിക്കാനാ ഡാനിയൽ സാറ് പറഞ്ഞത്. ഇവിടെ രാമേട്ടന്റെ കൂടെ തങ്ങിക്കൊണ്ടാവുമ്പോ നമുക്കൊന്നിച്ച് അന്വേഷിക്കാം. എനിക്ക് ഇവിടുത്തെ റൂട്ടുകളൊന്നും പിടിയില്ലാത്തോണ്ടാ. രാമേട്ടന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കാര്യം എളുപ്പം. എന്താ? അതെ അതെ, വളരെ എളുപ്പം. പക്ഷെ ഇവിടെ ഫ്രെഡിക്ക് കഴിയാനുള്ള സൗകര്യം? എനിക്ക് അത്ര വലിയ സൗകര്യമൊന്നും വേണ്ട. ഒന്ന് തല ചായ്ക്കണം. അല്ലെങ്കിലും സുഖിച്ചുണ്ട് താമസിക്കാനല്ലല്ലോ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്താ രാമേട്ടൻ അസൗകര്യം വല്ലതും ഉണ്ടോ ഞാനിവിടെ കൂടുന്നതിൽ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡാനിയൽ സാറിനെ വിളിച്ച് പറയാം. ഏയ് വേണ്ട വേണ്ട, എനിക്കെന്താ സൗകര്യം? അപ്പൊ താമസിക്കാം അല്ലേ? പിന്നെന്താ. പക്ഷേ നീ മീനും ഇറച്ചിയൊക്കെ കഴിക്കില്ലേ? ഞങ്ങൾക്കത് നിഷിദ്ധമാ. അത് സാരമില്ല. ഇവിടുന്ന് പോകുന്നവരെ ഞാൻ നോൺ കഴിക്കുന്നില്ല. തീർന്നില്ലേ? തീർന്നു. എന്നാ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. എന്താ ഒരു ദാഹം. കൊണ്ടുവരാം. அவனுக்கு என்ன வேணும்? இப்போ ஒரு லோட்ட ஜலம். ஜலம் குடிச்சிட்டு போயிடுவானா? போக மாட்டான். அந்த கரடி இங்க தங்கறதுக்காக வந்திருக்கான். இங்கயா? அந்த ரவுடி இங்கயா? எதுக்கு? டேனியல் அனுப்பிச்சிருக்கான். இங்க தங்கி யமுனாவும் விஷாலையும் கண்டுபிடிக்கிறதுக்கு நான் ஹெல்ப் பண்ணணுமா? ഈശ്വര, ആകെ കുഴപ്പമായല്ലോ രാമേട്ട. എല്ലാം അവസാനിക്കാൻ പോവാണല്ലോ. വേണ്ട രാമേട്ട, ഇനി ഞാനിവിടെ നിന്നാ നിങ്ങൾക്കും ആപത്ത. ഞാൻ പൊക്കോളാം. മണ്ടത്തരം കാട്ടരുത്. അവനിവിടെ താമസിച്ചോട്ടെ. ഏറിയാൽ ഒരാഴ്ച. അത് കഴിയുമ്പോ മടുത്തങ്ങ് പൊയ്ക്കോളും. പക്ഷേ ആ ഒരാഴ്ച ഞാനിവിടെ എങ്ങനെ? തട്ടിന്റെ മോളിൽ കഴിയും, മച്ചില്. പക്ഷെ രാമേട്ട, പറഞ്ഞത് കേട്ടാ മതി. മല്ലി, ഒരു ലോട്ട ഫുള്ള ജലത്തെ ഇട്. അന്ത കരടി വായില ഊത്തുறதுக்கு ശീഘ്രം കൊണ്ടുവാ. അതെ, ഞാൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോകാം. ആ സമയം മോള് മച്ചിലേക്ക് കയറിക്കോ. മല്ലി, യമുനാവ് മച്ചക്ക് കൂട്ടിയിട്ട് പോ. ഞാൻ അവനെയും കൂട്ടി ടൗണെല്ലാം ചുറ്റിണ്ട് വരേ. ഇതാ വെള്ളം. അതെ ഫ്രെഡി, നമുക്കിപ്പോ തന്നെ ടൗണിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാം. എന്തു പറയുന്നു? പോകാം. ഈ ബാഗ് എവിടെ വെക്കണം? അതൊക്കെ ഇങ്ങിതാ.
ബാ പോ. അന്ധവിശ്വാസം എന്ന് കരുതി തള്ളിക്കളഞ്ഞത് പലതും എൻ്റെ ജീവിതത്തിൽ വിശ്വാസങ്ങളായി മാറുകയാണ് ദേവ. ഉറച്ച വിശ്വാസങ്ങൾ. ചിലർ നട്ടാൽ ഏത് ചെടിയും കരിഞ്ഞു പോകുമെന്ന് പറയാറില്ലേ? അതാണ് എൻ്റെ കഥ. അന്ന് സുമിത്ര, ഇപ്പൊ രേഖ. എല്ലാവരുടെയും ജീവിതം കഷ്ടത്തിലാവുന്നു. അതിനൊരൊറ്റ കാരണം മാത്രം. ഈ രണ്ടാളുടെയും ജീവിതത്തിലേക്ക് പ്രസാദ് കടന്നു ചെന്നു. അതോടെ സർവവും തകർന്നു. ചില സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അത് തോന്നൽ സത്യമില്ല, ലോജിക്കും. പിന്നെ എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെയൊക്കെ? എൻ്റെ ഭാര്യയാവേണ്ടി വരുന്നവരെ സുമിത്രയ്ക്ക് മനഃശാന്തി ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴോ? രേഖയുടെ അനുഭവം അതുതന്നെ. ആ മാനസിക രോഗവും ചികിത്സയൊക്കെ ഇങ്ങനെയൊരു ദുരന്തത്തിലേക്കുള്ള വഴിമരുന്നായിരുന്നു. ഞാൻ മൂലം ആ നഴ്സിംഗ് ഹോം തകർന്നു. അവരുടെ നല്ല പേര് നഷ്ടപ്പെട്ടു. ഗ്രഹണം പോലെയാണ് ഞാൻ ആ പാവം പെൺകുട്ടിയുടെ ജീവിതത്തെ ബാധിച്ചത്. അവളുടെ രാജ്യം വിട്ടു പോയിട്ടും രക്ഷപ്പെടാൻ അനുവദിക്കാതെ തിരിച്ചു വിളിച്ച് ഒടുവിൽ ജീവന് പോലും അപായം ഉണ്ടാക്കാവുന്ന അവസ്ഥയിലെത്തിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? മറ്റുള്ളവരെ നോവിക്കാൻ വേണ്ടി മാത്രമാണോ എൻ്റെ ഈ ജന്മം? പ്രസാദേ, താൻ എന്തൊക്കെയാ പറയുന്നേ? എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ഈ മാതിരി സന്ദർഭങ്ങളും ആഘാതങ്ങളും. ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രം. ദുരന്തങ്ങൾ ഉണ്ടാവണമെന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ചൊന്നും അല്ലല്ലോ താൻ സുമിത്രയുടെയും രേഖയുടെയും ലൈഫിലേക്ക് ചെന്നത്. എന്തൊക്കെയോ എങ്ങനെയൊക്കെ സംഭവിച്ചു പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ അതിനൊക്കെ നിമിത്തമാവുന്നു, ചിലപ്പോൾ സാക്ഷികളും. പക്ഷേ രേഖയുടെ ഈ അവസ്ഥ എന്നെ സ്നേഹിച്ചതിനുള്ള പ്രതിഫലമല്ലേ അത്? ആ കുറ്റബോധത്തിൽ നിന്നും എനിക്ക് എന്തെങ്കിലും മുക്തി ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് ദേവ. നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴും രേഖ അവിടെ ആ തണുത്ത് മരവിച്ച മുറിയിൽ ഒന്നും അറിയാതെ കിടക്കുകയാണ്. ഞാൻ കാരണം എന്ന ചിന്ത ഒന്ന് അവസാനിപ്പിക്കുമോ തനിക്ക്? ഇല്ല ദേവ, അത് അവസാനിക്കില്ല. അവസാനിക്കണമെങ്കിൽ തെറ്റുകൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് പ്രസാദ് ഉദ്ദേശിക്കുന്നത്? നിശ്ചയിച്ച ദിവസം തന്നെ, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുന്നു.